കുന്നോളം കടമുണ്ടെങ്കിലും ആ കടം തീരും ഈ ദുആയിലൂടെ എന്നാണ്. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ക്ഫിനീ ബിഹലാലിക അൻ ഹറാമിക വബിഫദ്ലിക അമ്മൻ സിവാക്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇക്ഫിനി ചേർത്ത് വായിക്കുമ്പോൾ അല്ലാഹുമ്മ ക്ഫിനി, അല്ലാഹുവേ നീ എനിക്ക് മതിയാക്കി തരേണമേ. കഫ എന്ന് പറഞ്ഞാൽ മതിയായി, എനിക്ക് മതിയാക്കി തരേണമേ. എന്തുകൊണ്ട്? ബിഹലാലിക, നീ തരുന്ന ഹലാല് കൊണ്ട്, നീ തരുന്ന ഹലാല് മുഖേന നീ എനിക്ക് മതിയാക്കി തരണേ. എന്തിൽ നിന്ന്? അൻ ഹറാമിക, നീ വിലക്കിയ കാര്യങ്ങളെ തൊട്ട്, നീ വിരോധിച്ചിട്ടുള്ള ഹറാമുകൾ ചെയ്യാതിരിക്കാൻ നീ എനിക്ക് ഹലാലാക്കി തന്നവയെ കൊണ്ട് നീ എനിക്ക് മതിയാക്കി തരേണമേ. ഞാനൊരു ഹറാമിലേക്ക് എടുത്തു ചാടാൻ കാരണമാകുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ നീ എനിക്ക് തരുന്ന ഹലാല് കൊണ്ട് വിട്ടു നിൽക്കാനും ആ ഹലാലിലൂടെ ഹറാമിനെ മറികടക്കാനുമൊക്കെ എനിക്ക് നീ തൗഫീഖ് തരണേ. അല്ലാഹുമ്മ ക്ഫിനീ ബിഹലാലിക അൻ ഹറാമിക. രണ്ടാമത് ചോദിക്കുന്നത് വ അഗ്നിനീ. അഗ്ന എന്ന് പറഞ്ഞാൽ സമ്പന്നനാക്കി, ഐശ്വര്യവാനാക്കി, ധന്യനാക്കി. വ അഗ്നിനീ, നീ എന്നെ ധന്യനാക്കണേ, നീ എന്നെ ഐശ്വര്യമുള്ളവനാക്കണേ. ബിഫദ്ലിക, നിന്റെ ഫദ്ല് കൊണ്ട്, നിന്റെ ഔദാര്യം തന്നുകൊണ്ട് നീ എന്നെ ധന്യനാക്കണം. എന്തിൽ നിന്നും? അമ്മൻ സിവാക്, നീ അല്ലാത്തവരെ സമീപിക്കുന്നതിൽ നിന്ന്. നീ അല്ലാത്തവരോട് എന്തെങ്കിലും ചോദിക്കുന്ന ഒരവസ്ഥ, നീ അല്ലാത്തവരോട് എന്തെങ്കിലും യാചിക്കുന്ന ഒരവസ്ഥ വരാതെ നീ എനിക്ക് അതിന് മാത്രമുള്ളത് നീ എനിക്ക് നൽകണേ. അപ്പൊ അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇക്ഫിനി, അല്ലാഹുമ്മ ഇക്ഫിനി, നീ എനിക്ക് മതിയാക്കി തരേണമേ. ബിഹലാലിക, നിന്റെ ഹലാലുകൾ കൊണ്ട്, അൻ ഹറാമിക, ഹറാമിൽ നിന്ന്. അപ്പൊ ഹലാലുകൾ മാത്രം മതി എനിക്ക്. ഏത് വിഷയത്തിലും, ഓരോ വിഷയത്തിലും ഉണ്ട് ഹറാമുകൾ. സമ്പത്ത് ഹറാമായതുണ്ട്, ആ ഹറാമായ സമ്പത്ത് തൊടാതെ, ഹറാമ് ഭക്ഷിക്കാതെ, ഹറാമിലൂടെ നേടാതെ, ഹലാലായ എത്രയോ വഴികളുണ്ടല്ലോ മുതലുണ്ടാക്കാൻ. ആ വഴികൾ നീ എനിക്ക് തുറന്നു തരണം. അതുപോലെ തന്നെ ലൈംഗികമായി ഹറാമായ ഒരുപാട് മേഖലകളുണ്ട് മനുഷ്യന് ലൈംഗികമായ ആസ്വാദനം നൽകുന്നവ. അതേ അവസരത്തിൽ ഹലാലായ മാർഗങ്ങളുണ്ട്. ഈ ഹലാലുകൾ മാത്രം ചെയ്തിട്ട് ഹറാമുകളെ തൊട്ട് അകന്ന് നിൽക്കാൻ നീ എനിക്ക് തൗഫീഖ് തരണേ. ഏത് കാര്യങ്ങളിലുണ്ട് ഹലാലും ഹറാമും. അപ്പൊ അല്ലാഹുമ്മ ക്ഫിനി, നീ എനിക്ക് മതിയാക്കണേ. ബിഹലാലിക, നിന്റെ ഹലാല് കൊണ്ട്, അൻ ഹറാമിക, നീ വിരോധിച്ച ഹറാമുകളെ തൊട്ട് നീ എനിക്ക് മതിയാക്കണം. വാഗ്നിനി, നീ എനിക്ക് ഐശ്വര്യം തരണേ അല്ലാഹ്. ബിഫദ്ലിക, നിന്റെ ഔദാര്യം കൊണ്ട്, അമ്മൻ സിവാക, നീ അല്ലാത്ത ആരുണ്ടാവട്ടെ, നീ അല്ലാത്ത ആരോടും, നീ അല്ലാത്ത ആരുടെയും മുമ്പിൽ കൈനീട്ടാൻ ഒരവസ്ഥ വരാതെ, നീ അല്ലാത്ത ആരോടും പോയിട്ട് വല്ലതും യാചിച്ച് ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരവസ്ഥ വരാതെ, അതിനു മാത്രം എനിക്ക് മറ്റൊരാളോട് കെഞ്ചേണ്ടുന്ന ഒരവസ്ഥ വരാതെ നീ എൻ്റെ കാര്യത്തിൽ വേണ്ടത് നൽകിയിട്ട് നീ എന്നെ ധന്യനാക്കണേ, ഐശ്വര്യവാനാക്കണേ. വളരെ പ്രധാനപ്പെട്ട ദുആയാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലുണ്ടാവണം. ഇതൊക്കെ കേട്ടിട്ട് സഹാബിമാർ പലപ്പോഴും ആരോടും ഒന്നും ചോദിക്കൂല എന്നാണ്. കഴിയുന്നത്ര ഒരാളോട് ഒരു കാര്യത്തിനും സഹായം തേടൂല എന്നാണ് സഹാബികളെ. ഒരു നബിയിൽ നിന്ന് കേട്ടതല്ലേ, ഇദാ സഅൽത ഫസ്അലില്ലാഹ, നീ വല്ലതും ചോദിക്കുന്നുവെങ്കിൽ അല്ലാഹുവോട് ചോദിക്കണേ. വഇദസ്തഅൻത, നീ സഹായം തേടുകയാണെങ്കിൽ ഫസ്തഇൻ ബില്ലാഹ്, നീ അല്ലാഹുവോട് സഹായം തേടണേ. എന്നിങ്ങനെയുള്ള ഹദീസുകളൊക്കെ കേട്ട ശേഷം ഇതൊക്കെ പഠിച്ചിട്ട് സഹാബിമാർ പലപ്പോഴും അതിൻ്റെ പാരമ്യതയിലെത്തിയിരുന്നു എന്നാണ്. നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല അത്. അതിൻ്റെ പാരമ്യതയിലെത്തിയിരുന്നു. അത്രയും വേറൊരാളോടൊരാശ്രയോ ഒരു സൽപ്പോ ഒരു ചോദിച്ചിരുന്നില്ല എന്നാണ്. എത്രത്തോളം അവർ വാഹനത്തിൽ, അന്നത്തെ വാഹനം എന്ന് പറയുന്ന കുതിരപ്പുറത്ത് കഴുതപ്പുറത്തൊക്കെ സഞ്ചരിക്കല്ലേ. ആ കുതിരപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ ഈ കുതിരയെ നയിച്ചു കൊണ്ടുപോകുമ്പോൾ ഇടക്കതിനെ ഒന്ന് ചൊട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചാട്ടവാറുണ്ടാവുമല്ലോ കുതിര സവാരിക്കാരുടെ കയ്യിൽ, യാത്രക്കാരൻ്റെ കയ്യിൽ, ഇടക്കതിനെ ഒന്ന് ചൊട്ടാൻ വേണ്ടിയിട്ടുള്ള സൗത്തുകൾ. അങ്ങനെ കുതിരപ്പുറത്തൊക്കെ കയറിയിട്ട് യാത്ര പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ഈ ചാട്ടവാറ് താഴെ വീണാൽ സഹാബിമാർ പലപ്പോഴും അടിയിലാൾ നിൽക്കുന്നുണ്ട്, അതൊന്നും എടുത്തോന്ന് പറയുമുണ്ടോ, അങ്ങനെ എടുത്തരുമോ എന്ന് പറയുമുണ്ടോ. പക്ഷെ അത്രത്തോളം സഹാബിമാർ സൂക്ഷ്മത പാലിച്ചിരുന്നു എന്നാണ്. അതുപോലും ചോദിക്കൂലാന്ന്. അവർ ഒട്ടകപ്പുറത്തുനിന്ന് ഇറങ്ങണതിൽ കയറണതിലൊക്കെ കുറച്ച് പാടുണ്ടല്ലോ, അവിടുന്ന് ഇറങ്ങിയിട്ട് എടുത്തു പോയിരുന്നു എന്നാണ്.
ആളവിടെ ഉണ്ട്, അവിടുന്ന് അത് ഇറങ്ങിയിട്ട് അവരത് എടുത്തു പോകുന്നു. അത്രയും വേറൊരാളോടൊരു ഹെൽപ്പ് ചോദിക്കാതെ അവരത്രയും സൂക്ഷ്മത പാലിച്ചിരുന്നു എന്നാണ്. നമ്മളെ കൊണ്ട് കഴിയുമോ? അപ്പൊ ഈ ദുആകളിലൊക്കെ വിശദീകരണങ്ങൾ പണ്ഡിതന്മാരതൊക്കെ പറഞ്ഞു കാണാം. അപ്പൊ അത്രയും മറ്റൊരാളോട് ചോദിക്കാതെ, മറ്റൊരാളുടെ സഹായം തേടാതെ കഴിയുന്നത്ര റബ്ബേ നീ എനിക്കതിനുള്ള ഒരു അവസ്ഥ, ആരോഗ്യം, ആഫിയത്ത്, കാര്യങ്ങളൊക്കെ, സൗകര്യങ്ങളൊക്കെ നൽകണം. അപ്പൊ ഈ ദുആ കുന്നോളം കടമുണ്ടെങ്കിലും അത് വീടുന്നാണ് ഇതുകൊണ്ട് അലി റളിയല്ലാഹുവിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇത് അലിയാർക്ക് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്ത ദുആയാണ്. എന്നിട്ട് നിന്റെ മേലൊരു കുന്നോളം കടമുണ്ടെങ്കിലും അത് വീട്ടിൽ തരും അള്ളാഹു എന്ന് പറഞ്ഞിട്ട് അത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അത് പഠിച്ച അലിയാരുടെ അടുക്കലാണ് ഒരു പാവപ്പെട്ട അടിമ വന്നിട്ട് പറയുന്നത്, എന്റെ സയ്യിദുമായിട്ട് ഞാൻ കരാർ പത്രം എഴുതി ഒപ്പിട്ടിട്ടുണ്ട്, പക്ഷെ എൻ്റെ അടുത്ത് അതിന് പൈസ അല്ല, സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ പഠിപ്പിച്ചു കൊടുത്തു ഇത്. അപ്പോ കടം വീടാനുള്ള ദുആയാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത് അള്ളാഹിനോട്. കുന്നോളം കടമുണ്ടെങ്കിലും അത് വീട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആരും തെറ്റിദ്ധരിക്കരുത്, എന്നാ ഈ ദുആ ചൊല്ലിയിട്ട് അവിടെ അങ്ങനെ വെറുതെ ഇരുന്നാൽ മതി, കടം കണ്ട് വീടിക്കോളും എന്നാ അതിൻ്റെ അർത്ഥം. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ഇത് പ്രാർത്ഥിക്കുക, ആ പ്രാർത്ഥനയോടൊപ്പം നമ്മളാലാകുന്ന നിലക്കുള്ള നമുക്ക് കടം വീട്ടാൻ ആവശ്യമായ എന്തൊക്കെ നമ്മൾ ചെയ്യണോ അതൊക്കെ നമ്മൾ ചെയ്യണം. വലിയ ഭാരിച്ച കടണ്ട്, എപ്പോഴാ വീട്ടുക എപ്പോഴാ തീർക്കാനൊന്നും അറിയില്ല. നമ്മൾ നമ്മുടെ തൊഴിൽ, നമ്മുടെ നിത്യത്തൊഴിൽ ഇത് സമ്പാദിക്കാൻ ഹലാലായ മാർഗം തുടക്കത്തിലേ പറഞ്ഞു, ഹലാലായ മാർഗത്തിലൂടെ നമ്മൾ പണിയെടുക്കുന്നുണ്ട്. ഇപ്പൊ കടം വീടണം, അതിന് ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. അപ്പൊ അള്ളാഹു എന്ത് ചെയ്യും? ഈ ദുആയും കൂടെ ഉണ്ടാകുമ്പോൾ അള്ളാഹു അയാൾക്ക് ആ കടം വീട്ടാനുള്ള വഴികൾ അവൻ വിചാരിക്കാത്ത വഴിയിലൂടാണ്ട് എളുപ്പാക്കി കൊടുക്കും എന്നാണ്. അതല്ലേ ഖുർആൻ പറഞ്ഞത്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. ആര് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നുവോ അവൻ അള്ളാഹു ഏതു പ്രയാസത്തിലും ഒരു എക്സിറ്റ് കൊടുക്കും, പുറത്തേക്ക് കിടക്കാനുള്ളൊരു വഴി കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ അവന് വിഭവങ്ങൾ അല്ലാഹു കൊടുത്തിരിക്കും. വമൻ യതവക്കൽ അലല്ലാഹ്. ആര് അള്ളാഹിന്റെ മേൽ ദൃഢമായി തവക്കുലാക്കുന്നുവോ ഫഹുവ ഹസ്ബുഹു. തീർച്ചയായും അവന് അള്ളാഹു മതിയാകുന്നതാണ്. റബ്ബിലാണ് തവക്കുലാക്കിയ അള്ളാഹുവിന് മതിയാകും. തവക്കുൽ എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കലല്ലോ, നമ്മളെ കൊണ്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്യണം, ബാക്കി അള്ളാഹിനോട് പറയണം. അപ്പൊ അള്ളാഹ് മാർഗങ്ങൾ അതെങ്ങനെയെന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ വിചാരിക്കാത്ത വഴിയിലൂടെ നമുക്ക് ഹലാലായിട്ട് നമ്മളെ കയ്യിൽ പണം വരും, അപ്പൊ നമ്മൾ കൊടുക്കും. അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ദുആയുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ചിലപ്പോൾ നമ്മൾ ഒരുപാട് കടം കൊടുക്കാനുള്ള മനുഷ്യൻ ചിലപ്പോൾ അതിൽ നിന്ന് ചില ശതമാനം ചിലപ്പോൾ നമുക്ക് വിട്ടു തന്നു എന്ന് വരും, ചിലപ്പോൾ പൂർണ്ണമായി വിട്ടു തന്നു എന്ന് വരും, ചിലപ്പോൾ കുറെ കാലത്തേക്ക് അത് ഇളവനുവദിച്ചു എന്ന് വരും. പലതും സംഭവിക്കാലോ. അതൊക്കെ ഈ ദുആയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. എന്തായാലും കടങ്ങളുണ്ട്, ആ കടം വീട്ടണമെന്ന് ആത്മാർത്ഥമായ മനസ്സിന്റെ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയാണത് അള്ളാഹു വീട്ടിൽ തന്നിരിക്കും. അതിനുള്ള വഴികൾ അള്ളാഹു എളുപ്പമാക്കും. അത് കുന്നോളമുണ്ടെങ്കിലും എന്നാണ് ഇവിടെ അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തതിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു തരുന്നത്.